ഇത്തരമൊരു സാഹചര്യത്തെ സിറ്റുവേഷനെ കടന്നുപോയ കാലത്തെ മനസ്സിലാക്കാൻ വി ഡി സതീശൻ എന്ന വ്യക്തി എന്ന നേതാവ് പ്രതിപക്ഷ നേതാവായിട്ടും ആ പ്രതിപക്ഷത്തിനും കഴിയുന്നില്ല എന്ന പ്രശ്നമുണ്ട്. നിങ്ങൾ വളരെ ക്ലാസിക്കലായി സർക്കാരിനെ ഒരു ക്ലാസിക്കൽ തിയറി പാറ്റേണിൽ നിന്നുകൊണ്ട് സർക്കാരിനെ സാമ്പത്തികമായി എതിർക്കുക, സാമ്പത്തിക നയങ്ങളെ എതിർക്കുക, അല്ലെങ്കിൽ ധനകാര്യ മാനേജ്മെൻറ്റിനെ എതിർക്കുക എന്ന നിലയിലേക്ക് മാത്രം ചുരുങ്ങിപ്പോകുന്നു എന്ന പ്രശ്നം പ്രതിപക്ഷം നേരിടുന്നു. അതിനെയാണ് ഇന്ന് ധനകാര്യമന്ത്രി വിമർശിച്ചത്. ഇവിടെ ശ്രീ അനിൽകുമാർ നിരന്തരം ഉന്നയിച്ച പലതിനും മറുപടിയായി തന്നെ പറഞ്ഞു, നിരന്തര വിവേചനം, മറുഭാഗത്ത് നിരവധി വകുപ്പുകളുടെ ദേശീയ അംഗീകാരങ്ങൾ സ്ഥിരമായി എല്ലാ വർഷവും കേരളത്തിലേക്ക് വരുന്നത് അദ്ദേഹം സൂചിപ്പിച്ചു. അതുപോലെ തനതു വരുമാനം കേരളം ഈ കാലയളവിൽ 65%, ബാക്കി മാത്രമേ ഉള്ളൂ കേന്ദ്രവിഹിതത്തിലേക്ക് ഉൾപ്പെടുത്താനാവുക. അതൊരു പ്രധാനം. അതുപോലെ സാമ്പത്തിക വളർച്ച നോക്കൂ ഹെൻറി, അത് ദേശീയ ശരാശരിക്കും മുകളിൽ പെർഫോം ചെയ്യുന്ന സ്റ്റേറ്റാണ് കേരളം. അതുപോലെ നികുതി പിരിവിൻ്റെ കാര്യത്തിൽ താങ്കൾ പറഞ്ഞ വാദഗതി പൂർണ്ണമായും നിരാകരിച്ചുകൊണ്ട് അദ്ദേഹം വിശദീകരിച്ചു. നികുതി പിരിവിൻ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം പ്രളയകാലം, അതിനുശേഷം കോവിഡിൻ്റെ അടച്ചിട്ട കാലത്തിന് ശേഷം ഈ നികുതി പിരിവിലേക്ക് ക്രമാനുഗതമായി മുന്നോട്ട് പോയി. ദേശീയ ശരാശരി തന്നെ നോക്കിയാൽ ആദ്യം 3-ൽ കേരളമുണ്ട്. അത് എങ്ങനെയാണ് പ്രതിപക്ഷത്തിന് കണ്ണുമടച്ച് അതിനെ അത്തരം വസ്തുതകളെയും രേഖകളെയും നിരാകരിക്കാനാവുക എന്ന പ്രശ്നമുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ കോവിഡിൻ്റെ കാലത്തും ശമ്പള പരിഷ്കരണം നടപ്പാക്കിയ നാടല്ലേ കേരളം. സ്വാഭാവികമായും ചെലവ് കൂടുന്ന ഒരു എഫക്റ്റീവ് സ്പെൻഡിങ്ങിൻ്റെ മേഖലയാണിതൊക്കെ. അപ്പോൾ IGSTയെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചു. കേന്ദ്രത്തിൻ്റെ പൊതുകടം, അതിൻ്റെ കണക്കുകൾ വിസ്തരിച്ച് പറഞ്ഞില്ലേ. പൊതുകടത്തിൻ്റെ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം അങ്ങനെ അപകടകരമായ നിലയില്ല. ഒരു ഫെഡറൽ സംവിധാനത്തിൽ അങ്ങനെ ഒരു സംസ്ഥാനത്തിന് പോകാനുമാവില്ല. അപ്പോൾ ആ താരതമ്യങ്ങളിലേക്ക് പറയുമ്പോൾ എന്തുകൊണ്ടാണ് മോദി ഭരണകാലത്ത് വരുത്തിയിട്ടുള്ള 103 ലക്ഷം കോടിയുടെ കടത്തെക്കുറിച്ചും, അതായത് വരുമാനത്തിൻ്റെ 86.5% കേന്ദ്രം കടമെടുക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ കേരളത്തിൽ പറയാൻ തയ്യാറാകാതെ ഇങ്ങനെ ചുരുങ്ങിപ്പോവുകയാണ് യഥാർത്ഥത്തിൽ? അത് അങ്ങനെ ചുരുങ്ങേണ്ടതല്ല നിലവിലെ സാഹചര്യത്തിൽ പ്രതിപക്ഷം എന്നുള്ളതാണ് പ്രശ്നം. അതാണ് ഇവർ ഉന്നയിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഹെൻറി വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഈ നിലപാട് കേരളത്തിൽ BJPയെ സഹായിക്കാനേ ഉപകാരപ്പെടൂ. മോദി സർക്കാരിനെ ന്യായീകരിക്കാൻ അവർ പറയുന്ന വാദങ്ങൾക്ക് ഒപ്പം നിൽക്കുന്നവരായി മാത്രമേ നിങ്ങൾ മാറുന്നുള്ളൂ. അങ്ങനൊരു രാഷ്ട്രീയ പ്രശ്നം നിങ്ങൾ നേരിടുന്നുണ്ട്, സമ്മതിച്ചാലും ഇല്ലെങ്കിലും. ശരത്, ഇതേവരെ പോയത് ഇപ്പോൾ അനിൽകുമാർ ആണെങ്കിലും ലാലാണെങ്കിലും ഒരു അക്കാഡമിക് സെൻസിൽ തന്നെ കുറേ കാര്യങ്ങൾ ചർച്ചയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനും അതിനാണ് ശ്രമിച്ചത്. നമ്മളൊരു ഹൈപ്പർ പൊളിറ്റിക്കൽ ഡിസ്കഷനേക്കാൾ ഉപരിയായിട്ട് ഈ ഒരു മാറ്ററിൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് കണക്കാണല്ലോ. ഇപ്പോൾ സാമ്പത്തിക നയങ്ങളെ സംബന്ധിച്ചും നമ്മളുടെ അതിൻ്റെ നടത്തിപ്പിനെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചയാണ് ഇത് നമ്മൾ ഉരുത്തിരിഞ്ഞു വരുന്നത്. ഇപ്പോൾ ഇതിലെ ചില കാര്യങ്ങൾ, ഇപ്പോൾ ലാൽ ഇവിടെ സൂചിപ്പിച്ച കാര്യം സ്പെൻഡിങ്ങിനെ സംബന്ധിച്ച് പറഞ്ഞു. ശരിയാണ്, ഒരു മാന്ദ്യകാലത്ത് നമ്മൾ സർപ്ലസ് എമൗണ്ട് സ്പെൻഡ് ചെയ്ത് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് മണി സർക്കുലേഷൻ കൂട്ടുക എന്നുള്ള കെയ്നീഷ്യൻ എക്കണോമിയുടെ ഒരു വിശകലനമാണ് അദ്ദേഹം നടത്തിയത്. അത് വളരെ കറക്റ്റാണ്. പക്ഷേ അതിലൊരു പ്രധാനപ്പെട്ട ഒരു കീ ഡിഫറൻസ് ഉള്ളത്, ഒരു സോവറിൻ സ്റ്റേറ്റ് ചെയ്യുന്നത് പോലെ അല്ല അതിൻ്റെ ഒരു ഫെഡറൽ സംവിധാനത്തിലുള്ള ഒരു സ്റ്റേറ്റ് ചെയ്യുന്നത്. കാരണം കറൻസി പ്രിൻറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്റിന് കറൻസി പ്രിൻറ്റ് ചെയ്യാനായിട്ടുള്ള അധികാരമുണ്ട്. ഒരു സ്റ്റേറ്റിന് അങ്ങനെ അധികാരമുണ്ടോ? നമുക്ക് അധികാരമില്ല. നമുക്ക് കടമെടുപ്പിനെ സംബന്ധിച്ചാണെങ്കിലും ഫിസ്ക്കൽ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചാണെങ്കിലും ബൗണ്ട് ആൻഡ് റൂൾസ് ഉണ്ട്. നമ്മൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, GST ഇവിടെ 3% കേരളത്തിന് കടമെടുക്കാൻ പരിധിയുള്ളൂ. ഇപ്പോൾ നമ്മുടെ 8 ലക്ഷത്തിൻ്റെ ഒരു GST ഉള്ള ഒരു സ്റ്റേറ്റിൻ്റെ അറൗണ്ട് അബൌട്ട് ഒരു 36,000 crores ആണ് നമുക്ക് കടമെടുക്കാൻ പരിധിയുള്ളത്. അതിൽ വന്നിരിക്കുന്ന പ്രശ്നം എന്താണ്? കഴിഞ്ഞ വർഷം ഇപ്പോൾ കടമെടുപ്പിനെ സംബന്ധിച്ച് അനിൽകുമാർ പറഞ്ഞതിനുള്ളൊരു മറുപടിയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷം നമ്മളുടെ കടമെടുപ്പിൽ കിഫ്ബിക്ക് വേണ്ടി എടുത്ത കടം 86,000 കോടി രൂപയാണ് കിഫ്ബിക്ക് ഔട്ട്ലേ ഉള്ളത്. അതിൽ 25,000 കോടി രൂപയോളം നമ്മൾ ഇതുവരെ റേസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏകദേശം 12,000 കോടി രൂപ സെസ് വഴിയാണ് ലഭിച്ചിട്ടുള്ളത്. ബാക്കി നമ്മൾ ഔട്ടർ സോഴ്സസിൽ നിന്ന്, മസാല ബോണ്ട് അടക്കം നമ്മൾ ഔട്ട്സൈഡ് സോഴ്സിൽ നിന്ന് ഹൈ ഇൻട്രസ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതിനുള്ള സോവറിൻ ഗ്യാരണ്ടി കൊടുത്തിരിക്കുന്ന ഗവൺമെന്റ് ആണ്. പക്ഷേ ഓഫ് ബഡ്ജറ്റാണ്. ബഡ്ജറ്റിലെ കടമെടുപ്പിന്റെ പരിധിയിൽ പെടുത്താതെയാണ് കിഫ്ബിയുടെ കടമെടുപ്പ് നമ്മൾ പുറത്തു നിർത്തിയത്. അല്ല, അതിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. മസാല ബോണ്ട് 8.75% ആണ് ഇൻട്രസ്റ്റ്. അതിന്റെ സോവറിൻ ഗ്യാരണ്ടി കേരള ഗവൺമെന്റിനാണ്. അത് താങ്കൾ പറഞ്ഞപ്പോൾ ഞാനൊന്ന് തിരുത്തിയേ ഉള്ളൂ. കാര്യം 8.75% ലോ ഇൻട്രസ്റ്റ് ആണോ? ശരത്തിന്റെ വിവേചനത്തിലെ 8.75% ലോ ഇൻട്രസ്റ്റ് ആണോ? മസാല ബോണ്ടിന്റെ ഇൻട്രസ്റ്റ് 8.75% ആണ്. അത് കുറവാണോ? ഇന്ത്യൻ റുപ്പി ടേംസ് അല്ലേ? അത് വളരെ കൂടുതലാണ്. സോവറിൻ ലോണില് നമ്മൾ BB മൈനസ് ആണ്. അത് പറയും. നമ്മള് ഇന്ത്യൻ റുപ്പി ടേംസ് ആണെങ്കിലും BB മൈനസ് നമ്മുടെ ബോണ്ടിന്റെ ഗ്രേഡിംഗ് കുറവായതുകൊണ്ടാണ്. നമ്മളൊരു വ്യക്തിഗത ലോൺ എടുത്താൽ ബാങ്കിൽ നമ്മൾ എത്ര രൂപ പലിശ കൊടുക്കണം? 8.5% കൊടുത്താൽ മതിയോ? 2-3 കാര്യങ്ങൾ പറയാനുണ്ട് എനിക്ക്. അല്ല, സോവറിൻ ലോണുകൾക്ക്, സോവറിൻ ഇൻഫ്രാസ്ട്രക്ചർ ലോണുകൾക്ക് അതിന്റെ കമ്പാരിസൺ ഞാൻ പറഞ്ഞുതരാം. NHAയുടെ ലോണുകൾ, റോഡുകൾക്ക് പണിയാനായിട്ട് കേന്ദ്ര സർക്കാരിന്റെ ബോണ്ടുകളുണ്ട്. അതിന് എത്ര ശതമാനം കിട്ടുന്നത്? 5% ആണ്.
RECLന്റെ ബോണ്ട് 5% ആണ് കൊടുക്കുന്നത്. ക്യാപിറ്റൽ ഗെയിൻസ് ബോണ്ട് 5% ആണ് നമ്മൾ കൊടുക്കുന്നത്. അവർ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം, അത് 5% അവർ തരുള്ളൂ. 6%ലാണ് RECLന്റെയും NHAയുടെയും ബോണ്ടുകൾ ലഭ്യമാകുന്നത്. അപ്പോൾ അത് ഹൈ ഇൻട്രസ്റ്റ് തന്നെയാണ്. നമുക്ക് ഗ്രേഡിങ്, ബോണ്ടിന്റെ ഗ്രേഡിങ് ഡൗൺഗ്രേഡഡ് ബോണ്ടുകളായതുകൊണ്ട് അത്രയും ക്രെഡിറ്റ് വർത്തനസ് ഇല്ലാത്തതുകൊണ്ടാണ് ഹയർ റേറ്റ് കൊടുക്കേണ്ടി വന്നത്. അതൊക്കെ ഒരു ടെക്നിക്കൽ ടേമാണ്, നമ്മൾ അതിലോട്ട് കിടക്കുന്നില്ല. എന്തായാലും ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, അത്തരത്തിലുള്ള കടമെടുപ്പ് ഓഫ് ബഡ്ജറ്റ് ആയിട്ടുള്ള, ഓഫ് ദ ബുക്സ് ആയിട്ടുള്ള, ബഡ്ജറ്റിൽ റിഫ്ലക്ട് ചെയ്യാതെ സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് അത് ചെയ്യുന്നതിന് പകരം അതിന് പുറത്തായിട്ട് നമ്മൾ ഓഫ് ബഡ്ജറ്റായിട്ട് ചെയ്തുകൊണ്ടാണ് അത് RBI അതിൽ ക്യാച്ച് ഓൺ ചെയ്യുകയും ഇപ്പോൾ അത് ഇതിന്റെ ഉൾപ്പെടെ ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ കിഫ്ബിക്ക് എടുത്ത കടത്തിന്റെ ആ വിഹിതം കൂടി നമ്മുടെ സംസ്ഥാനം ഇതിൽ നിന്ന് കുറയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ പെൻഷൻ ഫണ്ട്, സംസ്ഥാന പെൻഷൻ ഫണ്ട് 13,000 കോടി കടമെടുത്തിട്ടുണ്ട്. അതിനും സ്റ്റേറ്റ് ആണ്, ഗവൺമെന്റ് ആണ് ഗ്യാരണ്ടി കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ ആ ഗ്യാരണ്ടി പിൻവലിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ എടുത്തിട്ടുള്ള എക്സ്ട്രാ കടങ്ങൾ ഔട്ട് ഓഫ് ദ ബുക്സ് ആയിട്ട് ബഡ്ജറ്റിൽ റിഫ്ലക്ട് ചെയ്യാതെ എടുത്ത കടങ്ങൾ കൂടി 3% പരിധിക്കുള്ളിൽ ഹെൻറി ഓസ്റ്റൻ എന്ന കോൺഗ്രസ് നേതാവിന് യോജിപ്പാണ്. ഞാൻ അതിലേക്ക് വരികയാണ് അല്ലേ? കേന്ദ്രത്തിന് അങ്ങനെ ആവാം, കേന്ദ്രത്തിന് അങ്ങനെ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ആകാം, സംസ്ഥാനങ്ങൾക്ക് പാടില്ല എന്ന് മോദി സർക്കാർ തീരുമാനിച്ചാൽ എന്റെ വാക്കുകൾ ട്വിസ്റ്റ് ചെയ്യരുത്. താങ്കൾ കേരളം ചെയ്തത് തെറ്റാണെന്ന് അങ്ങനെ തോന്നലുണ്ട്, അത് ക്ലിയർ ചെയ്യേണ്ടതാണ് നമ്മുടെ ഡിബേറ്റിൽ ഒരു അല്ല. ദാറ്റ് ഇസ് ബിക്കോസ് യു ആർ നോട്ട് ലിസ്ണിംഗ്. ഞാൻ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞില്ലല്ലോ. ഞാനത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ സെൻട്രൽ ഗവൺമെന്റ് അനിൽകുമാർ പറഞ്ഞ കാര്യത്തിൽ ഞാൻ യോജിക്കുന്നു. സെൻട്രൽ ഗവൺമെന്റിന്റെ കടമെടുപ്പ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നിലയിൽ 58% ആണ് GDP-യുടെ. 1.155 lakh crores ആണ് കടബാധ്യത ഉള്ളത്. അവിടെ നമുക്ക് ഡെഫിസിറ്റ് ഉണ്ട്. നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് 5.9% ആണ് ഫിസിക്കൽ ഡെഫിസിറ്റ് ഉള്ളത്. അപ്പോൾ ഇതെല്ലാം അത് ഹെൽത്തി ആണെന്നൊരു അഭിപ്രായം. പക്ഷേ സെൻട്രൽ ഗവൺമെന്റ് നമ്മളുടെ പോലെ തന്നെ ഈ കോവിഡ് കാലഘട്ടത്തിൽ, ടു ബി ഫെയർ, ഇപ്പം നമ്മൾ പ്രളയവും, ഇപ്പോൾ ലാല് സൂചിപ്പിച്ചു, നമ്മളൊരു പ്രളയവും കോവിഡും കടന്നാണ് നമ്മളിവിടെ എത്തിയത്. അതേ ഇതിൽ തന്നെ പ്രളയം ഉണ്ടായില്ലെങ്കിൽ പോലും കോവിഡിന്റെ ഒരു വലിയ സാമ്പത്തിക മാന്ദ്യത്തിന് ശേഷം ഒരു 2 വർഷം ലോസ് ആണ് നമുക്ക്. 0% അല്ലെങ്കിൽ ഡീഫ്ലേഷൻ, ഡീഗ്രോത്ത് കാണിച്ച ശേഷമാണ് ഇപ്പോൾ ഗ്രോത്ത് വന്നിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മുടെ എക്കോണമി റിക്കവറി ഇൻ ദ ടോട്ടൽ സിനാരിയോ, നമ്മുടെ എക്കോണമി ഒരു റിക്കവറിയാണ്. കാരണം ഇന്ന് ഡയറക്റ്റ് ടാക്സസ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഹിസ്റ്ററി, ഡയറക്റ്റ് ടാക്സസ് കോർപ്പറേറ്റ് ടാക്സസിനേക്കാളും കൂടുതലാണ്. അപ്പോൾ ഇന്ത്യയിൽ ഇൻകം ടാക്സിന്റെ വരുമാന വർധനവ് കേന്ദ്ര സർക്കാരിനെ സഹായിക്കുന്നുണ്ട്. അവർക്ക് ആ ഗ്രോത്ത്, നമുക്ക് ഈ ഡെഫിസിറ്റ് അവർക്ക് മേക്കപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ കേരളത്തിൽ അതില്ല. കേരളത്തിന്റെ ടാക്സ് ഗ്രോത്ത് നമ്മുടെ കടബാധ്യതയേക്കാൾ വളരെ ഇരട്ടിയാണ്. ഈ ടാക്സ് ഗ്രോത്തിന്റെ ആ ഒരു ഗ്രോത്ത് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പ്രശ്നത്തിലാവുന്നത്. നമ്മുടെ ഗ്രോത്ത് നമ്മൾ അബ്സല്യൂട്ട് ടേംസിൽ ഞാൻ നോക്കിയിട്ട് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കേരളത്തിന്റെ കടം എത്രയാണ് അബ്സല്യൂട്ട് ടേംസിൽ? നമ്മൾ GSDP-യുടെ 36% ആണെന്ന് നേരത്തെ അനിലൂടെ സൂചിപ്പിച്ചായിരുന്നു. അപ്പോൾ GSDP-യുടെ ശതമാനം വെച്ച് നോക്കുകയാണെങ്കിൽ പോലും നമ്മുടെ അബ്സല്യൂട്ട് ടേംസിലുള്ള ലോൺ ഗ്രോത്ത് എത്രയാണ് കേരളത്തിന്റെ? ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം ഒഴിയുമ്പോൾ, 2016 അധികാരം ഒഴിയുമ്പോൾ നമ്മുടെ സ്റ്റേറ്റിന്റെ കടം, അത് 1950 മുതൽ സംസ്ഥാനമായത് മുതൽ 2016 വരെ 65 വർഷം കൊണ്ടുണ്ടാക്കിയ സഞ്ചിത കടമാണ്. അത് 1,60,60,000 കോടിയാണ്. പക്ഷേ ഇന്ന് 7 വർഷങ്ങൾക്ക് ഇപ്പോൾ 4 ലക്ഷം കോടിയാണ്. 2.5 ലക്ഷം കോടിയുടെ കടബാധ്യതയാണ് 7 വർഷം സർക്കാർ കേരളത്തിൽ സംഭവിച്ചത്. പോയ പദ്ധതികളെല്ലാം തിരികെ വരുന്നു, അതെല്ലാം പൂർത്തീകരിക്കുന്നു. നേരത്തെ ലാല് പറഞ്ഞ പോലെ എഫക്റ്റീവ് സ്പെൻഡിംഗിലേക്ക് പോകുന്നു. ഒരു പദ്ധതിയും അഴിമതിയുടെ പേരിൽ അന്വേഷണം നേരിടാത്ത വിധം വളരെ ട്രാൻസ്പെറന്റ് 2016 വരെ ഇല്ലാത്ത ഒരു എഫക്റ്റീവ് സ്പെൻഡിംഗിലേക്ക് കേരളത്തിന്റെ കേരളം മാറിയത്. അതുകൊണ്ടാണ് പ്രളയത്തെ നമ്മൾ അതിവേഗം അതിജീവിച്ചത്. കോവിഡിൽ അടഞ്ഞു കിടന്നിട്ടും അതിനുശേഷം തിരിച്ചു വരുമ്പോഴും നമ്മൾക്ക് നമ്മുടെ എക്കണോമി റിക്കവറി ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ആ എഫക്റ്റീവ് സ്പെൻഡിംഗ് ഉള്ളത് കൊണ്ടാണ്. ഇഫക്റ്റീവ് സ്പെൻഡിംഗ് ഉള്ളതുകൊണ്ട് റിക്കവറി എന്ന് പറയുമ്പോൾ കേരളം എവിടെ എത്തി നിൽക്കുന്നു? കേന്ദ്ര സർക്കാരും കേരളമായിട്ട് നമ്മൾ കമ്പാരിസൺ നടത്തുമ്പോൾ കേരളത്തിൽ നമ്മുടെ സ്ഥിതി എന്താണ്? ഇന്ന് നമുക്ക് പെൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ല. ഇവിടെ നിർമ്മാണ തൊഴിലാളി സെസ് 15 വർഷം ഇപ്പോൾ എത്ര മാസത്തെ? അല്ല, ഞാൻ പറയാം ഇപ്പോഴത്തെ ഈ 10 വർഷം മുമ്പത്തെ സപ്ലൈകോയുടെ അവസ്ഥ എന്താണ്? KSRTCയുടെ അവസ്ഥ എന്താണ്? പെൻഷന്റെ അവസ്ഥ എന്താണ്? എല്ലാ കാലത്തും ഇങ്ങനെയല്ലേ? പക്ഷേ അങ്ങനെ നോക്ക്, KSRTC സ്പെൻഡ് ചെയ്തതിൽ 2011-16 കാലയളവിൽ ഉമ്മൻചാണ്ടി സർക്കാർ സ്പെൻഡ് ചെയ്തതിലും എത്രയോ അധികം ഇരട്ടിയാണ് പിന്നീട് വന്ന സർക്കാർ ചെലവാക്കിയിട്ടുള്ളത്. കണക്കുകൾ പബ്ലിക് ഡൊമൈനിലുണ്ട്. ഒരൊറ്റ ചോദ്യത്തിന് ശരത് എനിക്ക് ഉത്തരം നൽകിയാൽ മതി. ശരത് എനിക്ക് ഒരു ചോദ്യത്തിന് ഒറ്റ ചോദ്യത്തിന് എനിക്ക് ഉത്തരം നൽകിയാൽ മതി. നമുക്കൊരു സാമ്പത്തിക പ്രതിസന്ധി ഇല്ലെങ്കിൽ നമ്മൾ എന്തിനാ ഈ ചർച്ച നടത്തുന്നത്?
സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണത്തിലാണ് പ്രശ്നം. കേരളത്തിന്റെ നമുക്ക് പറയാൻ പറ്റുമോ? ഈ സാമ്പത്തിക പ്രതിസന്ധി നമുക്ക് രൂക്ഷമായി ഉണ്ട്. അതിന്റെ കാരണം കേന്ദ്രമാണ് എന്ന് പറയുന്നത് പ്രതിപക്ഷം അതിൽ ഒരു കാരണം മാത്രമായി അവതരിപ്പിക്കുന്നു. ഒരു സാമ്പത്തിക പ്രതിസന്ധി നമുക്കുള്ളത് ഞാൻ പറഞ്ഞു വന്ന അത് തന്നെയാണ്. ശ്രീ അനിൽകുമാർ ഞാൻ പറഞ്ഞത് ഒറ്റ പോയിന്റേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ വാദം ശ്രദ്ധിച്ചല്ലോ. സെന്ററിനെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. അതിൽ വലിയൊരു പങ്ക് സംസ്ഥാന സർക്കാരിനുണ്ട്. ഓക്കെ, വീണ്ടും അതിലേക്ക് വരികയാണ്. എന്നാൽ മുമ്പ് പറഞ്ഞതുപോലെ അവർക്കറിയാം, താങ്കൾ നേരത്തെ അവതരിപ്പിച്ചു ഈ ചർച്ചയുടെ ഈ ഒരു ഘട്ടത്തിൽ എൻ്റെ ചോദ്യം, യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങൾ കേരളത്തിലുണ്ട് എന്നറിയാത്തതല്ല പ്രതിപക്ഷത്തിന്. കേന്ദ്രത്തിൻ്റെ റോള് വളരെ ക്രൂഷ്യലാണ് എന്നുള്ളതും അവർക്കറിയാം. പക്ഷേ സംസ്ഥാനത്തിൻ്റെ ഒരു പൊതു സമരത്തിനൊപ്പം, കേരളത്തിൻ്റെ പൊതു ആവശ്യത്തിനൊപ്പം, ആ സമരത്തിനൊപ്പം, ദില്ലിയിലെ സമരത്തിനടക്കം ഒപ്പം നിൽക്കാൻ, രാജ്യത്തെ പ്രതിപക്ഷമാകെ നിൽക്കാൻ പോകുന്നു എന്നൊരു രീതിയാണ് കാണുന്നത്. എല്ലാ BJP ഇതര സർക്കാരുകളും പാർട്ടികളും ഒക്കെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ കേരളത്തിലെ UDF മാത്രം അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നു. ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം അത് രാഷ്ട്രീയമാണോ? അങ്ങനെ ചെയ്താൽ കേരളത്തിൽ അത് ഈ സർക്കാരിന് എന്തെങ്കിലും ഗുണമായി പോകുമോ എന്ന ഒരു പ്രതിപക്ഷത്തിൻ്റെ വളരെ ബാലിശമായ ചിന്തയുടെ പിടിയിലാണോ കോൺഗ്രസ് നയിക്കുന്ന UDF അല്ലെങ്കിൽ കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ്? ഇവിടെ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 1,60,60,000 കടം. പക്ഷെ അന്നത്തെ GDP എത്രയാണ്? GDP ഇരട്ടിയായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? കടം ഇരട്ടിയാവും. കേരളത്തിൻ്റെ GDP ഇരട്ടിയായോ? ചോദ്യം അതാണ്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഈ 7.5 കൊല്ലക്കാലം കൊണ്ട്. ഞാൻ ഒറ്റ ഉദാഹരണം മാത്രം പറയാം. ബഡ്ജറ്റ് എത്രയായി? ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് പരമാവധി ബഡ്ജറ്റ് അവതരിപ്പിച്ചിരുന്ന 75,000 കോടി രൂപയുടെ വാർഷിക ബഡ്ജറ്റ്. ഇപ്പോൾ 1.25 ലക്ഷം കോടി രൂപയുടെ. കേരളത്തിൻ്റെ സമ്പദ്ഘടന വളർത്താൻ ഈ കേരള സർക്കാരിന് കഴിഞ്ഞെന്നേ. നികുതി വളർന്നേ, എല്ലാ രംഗത്തും വളർച്ചയാണെന്നേ, GDP വളർന്നേ. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന കടം എത്രയാണ്? അത് അന്നത്തെ GDP-യുടെ ഇത്ര ശതമാനമാണെങ്കിൽ, 38% ഇപ്പോഴത്തെ GDP-യുടെ 36% കടമുള്ളൂ. അതുകൊണ്ട് പെർസെൻറ്റേജ് എടുത്താൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ ശതമാനം കടം ഇന്നില്ല. ഇതാണ് അക്കാഡമിക് ആയിട്ടുള്ള മറുപടി, കൃത്യമായ മറുപടിയാണ്. രണ്ടാമത്തെ കാര്യം, ഈ KSRTCക്ക് എന്താ പറ്റിയേ? ഒന്നും പറ്റിയിട്ടില്ല. ഉമ്മൻചാണ്ടിയുടെ സർക്കാരിൻ്റെ കാലത്ത് KSRTCക്ക് പെൻഷൻ കൊടുത്തത് ഉമ്മൻചാണ്ടി സർക്കാരാണോ? അല്ല. ഇപ്പോൾ LDF പെൻഷൻ കൊടുക്കുന്നത്. എല്ലാ മാസവും ശമ്പളത്തിന് 30 കോടി കൊടുക്കുന്നു. ഞങ്ങളെയാണോ നിങ്ങൾ ചീത്ത പറയണത്? കേന്ദ്ര സർക്കാരിന് പൊതുമേഖല വിറ്റ് വരുമാനമുണ്ടെന്നേ. കേന്ദ്ര സർക്കാരിന് പൊതുമേഖലയ്ക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലെന്നേ. ഇവിടെ KFOണ് പൊതുമേഖലയ്ക്ക് ഇൻവെസ്റ്റ്മെൻ്റാണ്. ഞങ്ങൾ പൊതുമേഖലയിലാണ്. ഡീറ്റെയിൽ സർവകലാശാലയ്ക്ക് എത്ര കോടിയാ? വ്യവസായ ഇടനാഴിക്ക് എത്ര കോടിയാ? കിബിയുടെ ഏത് പദ്ധതിയാണ് വേണ്ടാത്തത്? കിബി ഇല്ലായിരുന്നെങ്കിൽ ദേശീയപാത വികസിക്കില്ല. ഇപ്പം കിബി ദേശീയപാതയ്ക്ക് വേണ്ടി നമ്മൾ കൊടുത്ത 5,650 കോടി രൂപയാണ്. കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു ബഡ്ജറ്റിൽ നിന്ന് കേന്ദ്രത്തിന് 5,650 കൊടുക്കാൻ പറ്റുമോ? അപ്പം നിങ്ങൾ കിബിയെ എടുക്കുമ്പോൾ കിബി ഇല്ലെങ്കിൽ ദേശീയപാത ഉണ്ടാവില്ല. അവിടാണ് കേരളം പറയുന്നത്, കേന്ദ്ര സർക്കാർ പല കാര്യങ്ങൾ അവരുടെ പദ്ധതികൾ നടപ്പാക്കുമ്പോൾ നമുക്കൊരു 16,000 കോടി രൂപ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചിലവുണ്ട്. നമ്മൾ ചിലവാക്കി കഴിഞ്ഞ് കണക്ക് കൊടുത്താലേ കിട്ടുള്ളൂ. ആ 6,000 കോടി കടം കൊടുക്കാൻ സമ്മതിക്കുക? എന്താ പ്രശ്നം? പിന്നെ നമ്മുടെ ട്രഷറിയിൽ ഈ സർക്കാർ ജീവനക്കാർ ATM-ൽ നിന്ന് പൈസ എടുക്കുമ്പോൾ ശകലം പൈസ മിച്ചം വരും. ഈ മിച്ചം വരുന്നതെല്ലാം കൂടെ കണക്കാക്കിയിട്ട് 4-5 കൊല്ലക്കാലത്തെ ആകെ ശരാശരി എടുത്തിട്ട് അത്രയും രൂപ നിങ്ങളുടെ ട്രഷറിയിൽ ഉണ്ടെന്നൊരു ഇമാജിനേഷൻ നടത്തിയിട്ട് ഇപ്പോൾ 5,900 കോടി ഇനി ഈ ഒരാഴ്ച മുന്നേ വെട്ടിക്കുറച്ചിരിക്കുക. അവിടെ കുറേ ആളുകൾ വെട്ടാൻ നിൽക്കുക. നിങ്ങൾ കുറേ പേർ അവർക്ക് വെഞ്ചാപനം വീശിക്കൊണ്ടിരിക്കുക. എന്തിനാണ്? എന്താ പ്രശ്നം? നിങ്ങൾ തിരുവനന്തപുരം വിമാനത്താവളം വിറ്റപ്പോൾ നിങ്ങൾ എതിർത്തോ? നിങ്ങളുടെ ഇഷ്യൂ എന്താ? കോൺഗ്രസിൻ്റെ ഇഷ്യൂ എന്താണ്? കോൺഗ്രസ് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ്. എന്താ നരേന്ദ്രമോദി ഈ ധനകാര്യ ഫെഡറലിസം തകർത്ത് സംസ്ഥാന ഗവൺമെൻറ്റുകളെ തകർക്കുന്നത്? സംസ്ഥാന ഗവൺമെൻറ്റുകൾ കോർപ്പറേറ്റുകളോട് മത്സരിക്കരുത്. ഇതാണ് പ്രശ്നം. നിങ്ങൾ അദാനിക്കെതിരായിട്ട് വിമാനത്താവളത്തിന് നിങ്ങൾ ടെൻഡർ വെക്കാവും. തിരുവനന്തപുരം വിമാനത്താവളത്തിന് കേരള സർക്കാർ ടെൻഡർ വിളിച്ചു. ഉമ്മൻചാണ്ടി വെക്കുമായിരുന്നോ? പൊളിക്കും. ഉമ്മൻചാണ്ടി അദാനിയെ വിളിച്ചുകൊണ്ടത് വിഴിഞ്ഞം തുറമുഖം കൊടുത്തു. ഞങ്ങളൊരു തുറമുഖം കൊടുത്തിട്ടില്ല, കൊടുക്കുകയില്ല. കേരളത്തിൽ എല്ലാത്തിനും ബദലാണ്. ഇന്ത്യ രാജ്യത്തെ ഗ്ലോബലൈസേഷന് മുന്നിൽ കോർപ്പറേറ്റുകളാണ് ഓരോ സ്റ്റേറ്റിനും രക്ഷിക്കാനുള്ളതെന്ന് പറഞ്ഞു ഓരോ സംസ്ഥാനങ്ങളും കോർപ്പറേറ്റ് മുതലാളിമാർക്ക് പരവതാനി വിരിച്ച് അദാനിയെ അംബാനിയെല്ലാം വിളിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും ഒരംബാനിയുടെ അദാനിയുടെ സഹായം ഇല്ലാതെ ഈ കേരളം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഗവൺമെൻറ് ഉയർത്തിയ ബദൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച് വളരുകയാണ്. അങ്ങനെ ഒരു കോർപ്പറേറ്റ് വരുമാനം ഉണ്ടാക്കുന്നവരെയാണ് കിബി. അതേ ബിസിനസ് മോഡലാണ്. ആ ബിസിനസ് മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ജനാധിപത്യപരമാണ്, നിയമാനുസരണമാണ്. ഞാൻ ചോദിക്കുന്നത്, കേരളത്തിൻ്റെ റോഡിൽ ടോൾ പിരിക്കുന്നുണ്ടോ? കേന്ദ്രം ടോൾ പിരിക്കുകയല്ലേ? കേന്ദ്രം റെയിൽവേ വിൽക്കുന്നു,
ദേശീയപാത വിൽക്കുന്നു, എന്തെല്ലാം കേന്ദ്രം വിറ്റുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് പരാതിയില്ല. ദൂർത്തിനെ കുറിച്ച് പറഞ്ഞു. കേന്ദ്ര സർക്കാരിൻ്റെ ഏതെങ്കിലും ദൂർത്തിനെ കുറിച്ച് കോൺഗ്രസ് പാർട്ടിയുടെ ക്യാമ്പയിൻ്റെ ഒരു കാർഡ് നിങ്ങൾ കാണിക്കാവും? ഞാൻ ഈ ചർച്ച പറയുക. നിങ്ങൾ ഇപ്പോൾ ബഹുമാനപ്പെട്ട ലാൽകുമാർ പറഞ്ഞപ്പം മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിനകത്ത് നീന്തൽക്കുളം ഉണ്ടാക്കിയത് കരുണാകരന, അത് മെയിൻ്റനൻസ് ചെയ്യുന്നത് മാത്രമേ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. ഞാൻ ചോദിക്കുന്നത്, ദൂർത്ത് പ്രധാനമന്ത്രി ഒരു തവണ ഇവിടെ വന്നിട്ട് പോയ 15 കോടി രൂപ സർക്കാരിന് ചിലവാണ്. കേരളീയത്തിന് 12.5 കോടി രൂപ ചിലവൊന്നുള്ളൂ, അത് പിരിവെടുത്തുണ്ടാക്കിയത്. നിങ്ങൾ എത്ര ആക്ഷേപിച്ചു? നവകേരള യാത്രയ്ക്ക് ഒരു ബസ് എടുത്തിയപ്പോൾ എന്ത് ആക്രമണമായിരുന്നു? ബസ്സിലാണ് അദ്ദേഹം വരുന്നത്, രാഹുൽ ഗാന്ധി കിടന്നുറങ്ങുന്നുണ്ട്, ഉറങ്ങാൻ പാടില്ല കേട്ടോ, എന്തെല്ലാം സംവിധാനത്തിലാണ് പോകുന്നത്. ഇതൊക്കെയാണ് കേരളത്തിലെ രാഷ്ട്രീയത്തെ മലീമസമാക്കുന്നത്. പോയിന്റ് ഇതാണ്. എന്തിന് കിബി ആക്രമിക്കുന്നു? ഇന്ന് ഡോക്ടർ തോമസ് ഐസക് ചങ്ക് പിരിച്ച് പറഞ്ഞല്ലോ, പണി നോക്കാൻ പറഞ്ഞല്ലോ. ED-യോട് പണി നോക്കാൻ പറയാൻ തൻ്റെ ഇടമുള്ള ഏത് രാഷ്ട്രീയ പാർട്ടിയുണ്ട് ഇന്ത്യ രാജ്യത്ത്? കേരളത്തിലെ LDF ഉള്ളൂ. കാരണം സ്വർണ്ണക്കടത്ത് എന്ന് പറഞ്ഞാലും മറ്റേത് കാര്യം പറഞ്ഞാലും, ഇനി കരുവന്നൂർ പറഞ്ഞാലും ഞങ്ങൾ തല പൂണ്ടുപോകില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അതിലൊന്നും ഞങ്ങളില്ലെന്നേ. നിങ്ങൾ ഓരോ ദിവസവും പത്രത്തിൽ വാർത്ത കൊടുക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ഏതെങ്കിലും കാര്യം ഈ മീൻ നിരയിട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കും. പത്രക്കാരെല്ലാം കൂടെ വെട്ടി വിഴുങ്ങിയിട്ട് ഞങ്ങൾക്കെതിരെ ഇങ്ങനെ പത്തി വിടർത്തിക്കും. മിനിങ്ങാന്ന് 10 വിടർത്തിയവർ ഇന്ന് 10 താത്തി. 2 ദിവസം മുമ്പ് വീണ എക്സാലൂജിക്ക് എന്ത് കോലാഹലമായിരുന്നു. ഇന്നത്തെ ഒരു പത്രത്തിലെല്ലാം കണ്ടു, അതിൻ്റെ 1ാമത്തെ പത്രമാണ്, അത് പ്രചരിപ്പിക്കുന്ന 1ാമത്തെ പത്രത്തിൽ കണ്ടു. ഇപ്പോൾ ഉണ്ടാക്കുന്ന അന്വേഷണം കൊണ്ടൊരു കാര്യമില്ല കേട്ടോ. കമ്പനി കാര്യാലയ മന്ത്രാലയത്തിന് ഈ പറയുന്ന ഒരു അധികാരമില്ല. കമ്പനി നിയമത്തിൽ ഏതെങ്കിലും വകുപ്പ് ലംഘിച്ചോ എന്ന് പറഞ്ഞ് ചില കാര്യങ്ങൾ അന്വേഷിക്കാനല്ലാതെ ഒരു അധികാരമില്ല. അങ്ങനെ അന്വേഷിക്കത്തക്ക ഒരു കാര്യം ഇവിടെ നടന്നില്ല. നടന്നിട്ടുണ്ട്, അത് കള്ളപ്പണം കൊണ്ടുപോയതാ. അത് കള്ളപ്പണം കൊണ്ടുപോയവരോട് ചോദിക്കണം. ഞങ്ങൾക്കെതിരായിട്ട് ഇത്തരം ദുരാരോപണങ്ങൾ ഉന്നയിക്കുക, സർക്കാരിനെ അപമാനിക്കാൻ ശ്രമിക്കുക, കുറെ മാധ്യമങ്ങളുടെ പിന്തുണ ഉണ്ടെന്ന് കരുതിയിട്ട് നിങ്ങൾ എത്ര കോലാഹലം നടത്തിയാലും ഞങ്ങൾ ശരിയായ പാതയിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തി. നവകേരള സദസ്സ് കേരളത്തിൽ കൊടുത്ത രാഷ്ട്രീയ വിദ്യാഭ്യാസം അതാ. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ സമരം ഈ ഫെബ്രുവരി 8 നടക്കാൻ പോകുമ്പോൾ നടത്തുന്ന രാഷ്ട്രീയ സമരം അതാണ്. കിബി എന്താണ്? കിബി വേണ്ടെങ്കിൽ കോൺഗ്രസ്സുകാർ പറ, നിങ്ങൾ ഇതിന് ബദലൊരു ഐഡിയ പറ. കിബി വേണ്ട. അപ്പോൾ സംസ്ഥാനങ്ങൾ എന്ത് ചെയ്യണം? ബഡ്ജറ്റ് കിട്ടുന്ന കാശ് വെച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. സംസ്ഥാന ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്തിൻ്റെ പോലും അധികാരം ഇല്ലാത്തൊരു സ്ഥാപനമായി തീരണം. അതാണ് കേന്ദ്രത്തിൽ. അത് RSSന്റെ നയമാണ്. RSSന്റെ ഇന്ത്യ രാജ്യത്തെ നയം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തെ അധികാരം മുഴുവൻ കേന്ദ്രത്തിലുണ്ടാകണം. സംസ്ഥാനങ്ങൾ വേണ്ട RSSന്. സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് വിഭജനത്തിൻ്റെ വിഷബീജം എന്നാണ് ഗോൾവാക്കർ വിചാരധാര പറയുന്നത്. സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം RSSനെതിരായ പോരാട്ടം കൂടിയാണ്. ഇതാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.